നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് വീട്ടിലൊന്ന് പോണം. അതിന് വീട്ടിൽ നിന്ന് വന്നിട്ട് അധിക ദിവസം ആയില്ലല്ലോ. ദേ, ഞാൻ എപ്പോ ആവശ്യപ്പെട്ടാലും വീട്ടിൽ പോവാൻ അനുവദിക്കാന്ന് വിവാഹത്തിന് മുൻപ് ഏട്ടൻ തന്ന വാക്ക് മാറുന്നോ? അത് വിവാഹത്തിന് മുമ്പല്ലേ. ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ. ബിസിനസ് തിരക്ക് മാറ്റി വെച്ചിട്ട് വീട്ടിൽ പോകാനൊന്നും ഞാൻ അനുവദിക്കില്ല. അത് ശരിയാവില്ല. ആളുകൾക്കിടയിൽ സഞ്ചരിച്ച് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന പണിയാ എനിക്ക് സന്തോഷം തരുന്നത്. കോളേജിൽ പഠിക്കുമ്പോ സോഷ്യൽ സർവീസിന് ഇറങ്ങിയതും അതുകൊണ്ട് തന്നെയാ. അത്തരത്തിലൊരു സോഷ്യൽ വർക്കാണല്ലോ നമ്മളെ തമ്മിൽ അടുപ്പിച്ചത്. മയക്കുമരുന്ന് പാർട്ടിയെക്കുറിച്ച് പോലീസിന് വിവരം നൽകി ധീര വനിതയ്ക്കുള്ള അവാർഡ് കോളേജിൽ നിന്ന് വർഷം വാങ്ങിയപ്പോ അവാർഡ് നൽകാൻ ഞാനും എത്തി. അതാണല്ലോ നമ്മൾ തമ്മിലുള്ള മാനസിക അടുപ്പത്തിന് കാരണമായത്. അതെ, ആ ഒരു സംഭവം തന്നെയാ എന്റെ ഈ ജീവിതത്തെ മാറ്റിമറിച്ചതും ഭാഗ്യത്തിന് അടിത്തറയിട്ടതും. ആ സംഭവത്തിലൂടെ നിന്റെ ഭാഗ്യത്തിന്റെ അടിക്കല്ലല്ല, ഉന്മൂലനാശത്തിന്റെ അടിക്കല്ലാടി ഇട്ട് കഴിഞ്ഞത്. ഏട്ടൻ വല്ലതും പറഞ്ഞോ? പറഞ്ഞു. ഭാഗ്യം വന്ന വഴിയെ പറ്റിയാ ഞാൻ പറഞ്ഞത്. എനിക്ക് വീട്ടിലൊന്ന് പോണം. അതിന് വീട്ടിൽ നിന്ന് വന്നിട്ട് അധിക ദിവസം ആയില്ലല്ലോ. ദേ, ഞാൻ എപ്പോ ആവശ്യപ്പെട്ടാലും വീട്ടിൽ പോവാൻ അനുവദിക്കാന്ന് വിവാഹത്തിന് മുൻപ് ഏട്ടൻ തന്ന വാക്ക് മാറുന്നോ? അത് വിവാഹത്തിന് മുമ്പല്ലേ. ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ. ബിസിനസ് തിരക്ക് മാറ്റി വെച്ചിട്ട് വീട്ടിൽ പോകാനൊന്നും ഞാൻ അനുവദിക്കില്ല. അത് ശരിയാവില്ല. അപ്പോഴേക്ക് മുഖം പാടിയോ? എന്തിനാ വീട്ടിൽ പോന്നെ? കാരണം പറഞ്ഞാ പോകാൻ അനുവദിക്കോ? കാരണം കേക്കട്ടെ. മനോജേട്ടന്റെ ഭാര്യ ഹരിതേച്ചി ഗർഭിണിയാണ്. ആഹാ, നല്ല കാര്യം. മനോജ് അളിയനൊരു അച്ഛനാകാൻ പോകുന്നു. ആ, വിക്രം എന്നാണോ അച്ഛനാവുക? ഓ, അവിടുന്ന് നാണമില്ലാത്തൊരു മനുഷ്യൻ. ആ സന്തോഷത്തിൽ പങ്കെടുക്കാനേ നമുക്ക് ഉടനെ ഒന്നിച്ചു പോവാം. എന്താ ഒരു ആലോചന? ജഗനളിയൻ വന്നിട്ട് പോയതിനു ശേഷമുള്ള സ്പെഷ്യൽ ആലോചനയാണല്ലോ. എന്താ വിഷയം? അത് ഞാൻ ഈ സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്ന് പറഞ്ഞ് കാലം കഴിച്ചാൽ ശരിയാവില്ല. പണമില്ലെങ്കിൽ ഒരു കാലത്തും സ്റ്റാർട്ട് ആവാത്ത ഏർപ്പാടാണ് സ്റ്റാർട്ടപ്പ് ബിസിനസ്. പിന്നെ എനിക്കിനി അങ്ങോട്ട് ഭാര്യയുടെ ചെലവിൽ കഴിയുന്ന ഭർത്താവാകാനും കഴിയില്ല. എന്താ ഇപ്പൊ ഇങ്ങനൊരു തിരിച്ചറിവുണ്ടാവാൻ കാരണം? നമുക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന്റെ തിരിച്ചറിവ് ഓർത്തിട്ടാ. ഇപ്പോഴത്തെ കാലത്ത് പിറക്കുന്ന കുഞ്ഞുങ്ങള് 1 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയും. അതുകൊണ്ട് അച്ഛൻ കഴിയുന്നത് അമ്മയുടെ ചെലവിലല്ലേ എന്നെങ്ങാനും കുഞ്ഞിന്റെ നാവീന്ന് വീണ അതിപരം ഒരു അപമാനമുണ്ടോ? പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അമ്മേ, എന്തൊരു ദിവ്യദൃഷ്ടിയാ. കുഞ്ഞ് പിറക്കണമെങ്കിൽ ഇനി കാലം എത്ര പോണം? അതിനു മുമ്പേ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിമാനക്ഷതം. ഹരിതേ, ഞാൻ സീരിയസ് ആണ്. നിന്റെ അച്ഛനെ വരച്ച വരയിൽ നിർത്തി അവകാശം വാങ്ങിക്കുമെന്ന് നീ ഫോണിൽ പറയുന്ന കേട്ടല്ലോ. എന്നോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ച് പണം വാങ്ങി തരണം. എടാ മിടുക്കാ, അവകാശമൊക്കെ നമുക്ക് വാങ്ങാം. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ട്. ഇപ്പൊ അവകാശം വേണമെന്ന് പറഞ്ഞു ചെന്നാലേ അച്ഛൻ താനി ഹിറ്റ്ലറുടെ വേഷം എടുത്തിരിക്കും, ആട്ടിയിറക്കുകയും ചെയ്യും. പിന്നെ എപ്പോഴാ പോകണ്ടേ? എടാ, നമ്മുടെ കുഞ്ഞൊന്ന് പിറന്നോട്ടെ. അവൻ അപ്പൂപ്പന്റെ പുറത്ത് വലിഞ്ഞു കയറി മലവും മൂത്രവും ഒക്കെ ഒഴിക്കുമ്പോ
അച്ഛന്റെ മസിലൊക്കെ ഒന്ന് അയഞ്ഞു തുടങ്ങും. ഉം. പേരക്കിടാവിന്റെ തന്തയ്ക്ക് ന്യായമായത് കൊടുക്കണമെന്നുള്ള ബോധോദയം ഉണ്ടാവുകയും ചെയ്യും. അതുവരെ ഒന്ന് ക്ഷമിക്കെന്റെ പൊന്നുമോനെ. ഹരിതേ, വന്ദനേച്ചിയോ? കേറി വായിച്ചി. ചേച്ചിയുടെ കയ്യിൽ ലഗേജ് ഒക്കെ ഉണ്ടല്ലോ. ഗർഭിണിയായ നാത്തോനെ കാണാൻ വരുമ്പോ കയ്യിൽ ലഗേജ് വേണല്ലോ. ദേ, ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും 1-2 ടോണിക്കും ഒക്കെ. എനിക്ക് പരിചയമുള്ള ഫാർമസിസ്റ്റിനോട് ചോദിച്ചിട്ടാ ടോണിക്ക് വാങ്ങിയത്. ഗർഭിണികൾക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാ. എന്നയുടെ അച്ഛമ്മയുടെ വക ഏതോ ആയുർവേദ കഷായം തയ്യാറാക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. എന്നാ അത് നല്ല മധുരമുള്ള കഷായായിരിക്കും. വേപ്പിൻപട്ട കഷായം. ബേജാറാവാതെ ഹരിതേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്തിനാ ചേച്ചി ഈ കാശില്ലാത്ത നേരത്തെ ഇതൊക്കെ വാങ്ങാൻ പോയത്? ഒരു സഞ്ചി നിറച്ച സാധനങ്ങളുമായിട്ട് ചേട്ടൻ വന്നിട്ട് പോയതേ ഉള്ളൂ. വന്നിരുന്നോ? ആശുപത്രിയില് തെറാപ്പി റൂമിലും വന്നിരുന്നു. ഏതോ പ്രസന്റേഷൻ നീട്ടിയിട്ട് ഹരിതയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിയില്ല. സഹോദരിക്ക് പ്രസന്റേഷൻ സഹോദരൻ നേരിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് ജഗനളിയൻ അക്കാര്യം ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയില്ല. എന്നെ കറക്കി എടുക്കാൻ വേണ്ടി ഓരോ നമ്പരും ഇട്ട് നടക്കല്ലേ വൃത്തിയിട്ടവൻ. മോൾക്ക് എങ്ങനെയുണ്ട് ചേച്ചി? വളരെ ഭേദമുണ്ട്. ഇനി എക്സസൈസ് ഒക്കെ ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാ മതി. സന്തോഷായി. ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ദേമോള് ഓടിക്കളിക്കുന്നത് കണ്ടാ മതി. അതൊക്കെ നടക്കും. എന്ന് ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ. എന്താ നോക്കട്ടെ. നമുക്ക് ഹരിതമോളെ ഒന്ന് കാണാൻ പോണ്ടേ? ദേ, മകള് ഗർഭിണിയാണെന്നറിഞ്ഞ ആദ്യം കാണാൻ ചെല്ലേണ്ടത് നമ്മള് സ്വന്തം അച്ഛനമ്മമാരല്ലേ? അങ്ങനെ ഒരു നിയമമുള്ളതായിട്ട് ഞാനെങ്ങും വായിച്ചിട്ടില്ല. നക്കി തിന്നാൻ നല്ലുപ്പില്ലെങ്കിലും വയറ്റിലുണ്ടാക്കാൻ അറിയാമോ നശിച്ചവന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.